ഓം ശാന്തി. നമ്മളൊരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ കാറിൻ്റെ 4 ചക്രങ്ങളും തമ്മിൽ കൃത്യമായിട്ട് അലൈൻമെൻ്റ് ഇല്ലെങ്കിൽ വണ്ടി ചാടിക്കൊണ്ടിരിക്കും. അധികം വൈകാതെ അതിന് ചക്രങ്ങളൊക്കെ ചെത്തിപ്പോവും. വണ്ടിയുടെ ആക്സിലിനടക്കം കേട് സംഭവിച്ചു പോകും. ഇങ്ങനെ പല കേടുപാടുകളും സംഭവിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് പോലും നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും വണ്ടിയുടെ അലൈൻമെൻറ്റ് കൃത്യമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. വണ്ടിയുടെ അലൈൻമെൻറ്റ് കൃത്യമാക്കാൻ ശ്രദ്ധിക്കും പോലെ തന്നെ നമ്മുടെ ജീവിതയാത്രയിലും അതെ, ഈ വണ്ടിയിലും അലൈൻമെൻറ്റ് വളരെ കൃത്യമാവേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ആന്തരിക വ്യക്തിത്വവും ബാഹ്യ വ്യക്തിത്വവും തമ്മിൽ നല്ല ഒത്തുചേരലോടെ മുന്നോട്ട് പോകുമെങ്കിലാണ് ജീവിതത്തിൽ സന്തോഷവും സുഖവും ആനന്ദവും വിജയവും ഒക്കെ നമ്മുടെ പേരിൽ ചേർക്കപ്പെടുന്നത്. ഭഗവാൻ ഈ ഭൂമിയിലേക്ക് നമ്മളെയൊക്കെ അയച്ചപ്പോൾ സന്തോഷിച്ച് ജീവിക്കാനും സന്തോഷം പങ്കുവയ്ക്കാനും തന്നെയാണ് പറഞ്ഞയച്ചത്. പക്ഷേ കാലഘട്ടങ്ങളുടെ മാറ്റം കൊണ്ട് ഓരോരുത്തരും മറ്റുള്ളവർ പറയുന്നതായിരിക്കുന്ന നമ്മളെ സ്വയം മനസ്സിലാക്കാതെ അവർ പറയുന്ന കാര്യം ഇവർ പറയുന്ന കാര്യം അത് ശരി ഇത് ശരി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതായിരിക്കുന്ന ആ ഒരു ആർജിത വ്യക്തിത്വത്തിൻ്റെ ആധാരത്തിൽ ആന്തരിക വ്യക്തിത്വവും ആർജിത വ്യക്തിത്വവും തമ്മിൽ ഒത്തുചേരാതെ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ജീവിതത്തിലും അലൈൻമെൻറ്റ്സ് തെറ്റിപ്പോകാറുണ്ട്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ സ്വയം നമ്മൾ മറന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം എവിടെ എത്തുന്നു എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ലൈഫിൽ പലപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു ബിസിനസ്മാൻ ആയിരിക്കാം. പക്ഷേ പരിശോധിച്ച് നോക്കിയാൽ ബിസിനസ്മാൻമാരെന്ന് പറയുന്നത് അവർ ആൾക്കാരെ പറ്റിപ്പിച്ചും മോഹിപ്പിച്ചും അങ്ങനെ വിറ്റും ഇങ്ങനെ വിറ്റും കാശുണ്ടാക്കും എന്നാണ് എൻ്റെ വാല്യൂ സിസ്റ്റം. അതേസമയം ഞാൻ ആഗ്രഹിക്കുന്നതോ എനിക്കൊരു ബിസിനസ്മാൻ ആവണം എന്നാണ്. ഡോക്ടർമാരെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആളുകളെ രോഗികളാക്കുന്ന ആളുകളാണെന്ന് പറയും. അതേസമയം ആഗ്രഹിക്കുന്ന എൻ്റെ പ്രൊഫഷൻ ഒരു ഡോക്ടർ ആവണം എന്നാണ്. വക്കീലന്മാരെന്ന് പറഞ്ഞാൽ നുണ പറഞ്ഞ ആൾക്കാരെ നിന്ന് പൈസ ഉണ്ടാക്കുന്നവരാണെന്ന് പറയും. ആഗ്രഹിക്കുന്ന ഞാനൊരു വക്കീലാവണം എന്നാണ്. അതുപോലെ തന്നെ പല ലൈഫിലെ ഫീൽഡ് എടുത്ത് നോക്കിയാലും ആ ഫീൽഡിനെ കുറിച്ചൊക്കെ തന്നെ അവർക്ക് മോശമായിരിക്കുന്ന ഇമ്പ്രഷൻ ആയിരിക്കും മനസ്സിൽ. പക്ഷെ അത് വേണമെന്നാണ്. പണം എന്ന് പറഞ്ഞാൽ അത് മായയാണ്. പൈസ ആളുകളെ തമ്മിൽ തല്ലിക്കുന്നതാണ്. കയ്യിൽ പൈസ വരുന്നതോടെ ആളുകളുടെ സ്വഭാവം മോശമാവും. കയ്യിൽ പൈസ വന്ന ആളുകൾ എന്ത് പാപവും ചെയ്യും. അതുകൊണ്ട് പൈസ മോശമാണ് എന്ന് പറയുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിന് വേണ്ടത്ര പണം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ വാല്യൂ സിസ്റ്റവും നിങ്ങളുടെ ബിലീഫ് സിസ്റ്റവും തമ്മിൽ ഒത്തുചേരാതുള്ളതായിരിക്കുന്ന യാത്രയാണ്. എന്നുവെച്ചാൽ അർത്ഥം നമ്മുടെ ഇന്നർ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല എന്നർത്ഥം. എൻ്റെ ഇന്നർ അലൈൻമെൻറ്റ് കറക്റ്റ് ആവാത്തിടത്തോളം കാലം ഒരിക്കലും എനിക്ക് ഔട്ട്കം പോസിറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. എൻ്റെ ഉള്ളിലെ ബിലീവ് സിസ്റ്റം എന്താണോ അതനുസരിച്ചുള്ള വാല്യൂ സിസ്റ്റത്തിൻ്റെ ഒപ്പം ഒത്തുചേർന്നുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ലക്ഷ്യത്തിൽ എനിക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന യുദ്ധം തന്നെയാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോഴാവുന്ന തടസ്സമാവുന്നതും. പലപ്പോഴും പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങളൊരു ബ്രഹ്മകുമാരി സിസ്റ്റർ അല്ലേ, പൈസ ഉണ്ടാക്കുന്ന വിധത്തെക്കുറിച്ച് നിങ്ങൾ പറയാവോ, അതൊക്കെ നിങ്ങൾക്ക് ചേരുന്നതാണോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ സഹോദരന്മാരെ, പൈസ ഇല്ലെങ്കിൽ എനിക്ക് കഞ്ഞി കുടിക്കാനാവില്ലെന്ന് എനിക്കറിയാം. പൈസ ഇല്ലെങ്കിൽ ആശ്രമത്തിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്നറിയാം. പൈസ തെറ്റാണ് എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പൈസ ഊർജമാണ്. ആ ഊർജത്തിന് കറണ്ട് ഇലക്ട്രിസിറ്റി ഒരു ഊർജ്ജമാണ്. ആ ഇലക്ട്രിസിറ്റീനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ AC ഉണ്ടാക്കാം, അതല്ലെങ്കിൽ മോട്ടോർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് കത്തിക്കാം, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് ഉപയോഗിക്കാം. അതേപോലെ തന്നെ പൈസ എന്നതൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജം എൻ്റെ കയ്യിൽ വരുന്ന സമയത്ത് എന്നാലാവുന്ന മാക്സിമം ആളുകളുടെ ജീവിതം സുഖപ്പെടുത്താൻ വേണ്ടി എനിക്കതിന് ഉപയോഗിക്കാം. ആ ഊർജ്ജം എല്ലാവർക്കും സുഖദായിയായിട്ടേ മാറുള്ളൂ. പൈസ എൻ്റെ കയ്യിൽ വരുന്ന സമയത്ത് തെറ്റായ കർമ്മങ്ങൾക്ക് വേണ്ടി ഈ പൈസ ഉപയോഗിക്കണം എന്ന് നിശ്ചയിക്കുന്ന ഞാനാണ്. എൻ്റെ തിന്മയാണ് പൈസേനെ തിന്മയാക്കുന്നത്, അല്ലാതെ പൈസ തിന്മയല്ല. എല്ലാവരുടെ ജീവിതത്തിലും അവനവൻ്റെ ആവശ്യങ്ങൾ നടത്തി കിട്ടാനുള്ളതായിരിക്കുന്ന പൈസ ഉണ്ടാവാതെ അനിവാര്യമായ ഘടകമാണ്. സുഖമില്ലാത്തുണ്ടെങ്കിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാൻ സാധിക്കുള്ളൂ, നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുന്നുള്ളൂ. നല്ലൊരു വീടുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുള്ളൂ. നല്ല ആഹാരം കഴിക്കണമെങ്കിൽ പൈസ വേണം, എല്ലാത്തിനും പൈസ വേണം. പൈസ അപകടകാരിയല്ല. പക്ഷേ പൈസ ഉപയോഗിക്കുന്ന ആൾ അവരുടെ മനോഭാവം തെറ്റാണെങ്കിൽ നിങ്ങളതിനെ തെറ്റായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. പൈസ അവിടെ ഉത്തരവാദിയല്ല. അതുകൊണ്ട് ഏതൊരു കാര്യത്തെക്കുറിച്ചും എനിക്ക് എൻ്റെ വാല്യൂ സിസ്റ്റം പൈസക്കാരൊക്കെ മോശമാണ്, പൈസ മോശമാണ്, പൈസ വന്നാൽ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ആ വിചാരമാണ് മനുഷ്യനെ തെറ്റാക്കുന്നത്.
അതുകൊണ്ട് എൻ്റെ ബിലീവ് സിസ്റ്റം പൈസ മോശമാണ്, പൈസക്കാർ മോശമാണ്, പൈസ അങ്ങനെ നമുക്ക് നഷ്ടം ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് എൻ്റെ ആവശ്യത്തിനുള്ള പൈസ വരണം എന്ന് അട്രാക്റ്റ് ചെയ്താൽ ഒരിക്കലും പൈസ വരില്ല എന്നുള്ളത് സത്യമാണ്. അതേപോലെ തന്നെ ലൈഫിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന പാത്ത് എന്ന് പറയുന്നത് ആദ്യം അതിനെൻ്റെ വാല്യൂ സിസ്റ്റമായിട്ട് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാവണം. ഏതൊരു കാര്യത്തിനും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം, മോശമായിട്ട് ഉപയോഗിക്കാം. അതിനെ നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മൂല്യങ്ങളുടെ ആധാരത്തിൽ തിരഞ്ഞെടുത്തുകൊണ്ട് എൻ്റെ വാല്യൂ സിസ്റ്റവും എൻ്റെ ബിലീവ് സിസ്റ്റവും തമ്മിൽ ഒരു ഐക്യം ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുവെങ്കിൽ ഇൻപുട്ട് കറക്റ്റാണ് എങ്കിൽ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് തന്നെ വരും. ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും വിജയവും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വാല്യൂ സിസ്റ്റത്തിന് നമ്മൾ ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ ഞാൻ എൻ്റെ ഫീൽഡ് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാല്യൂ സിസ്റ്റം മാറ്റേണ്ടി വരും. ബിസിനസ് എന്ന് പറയുന്നത് മോശമാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ ആ ജോലി സ്വീകരിക്കാതിരിക്കുക. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നതെന്തോ അത് സ്വീകരിക്കുക. അതിൻ്റെ വാല്യൂ സിസ്റ്റത്തിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. ആ രീതിയിൽ നമ്മുടെ അകവും പുറവും ഒന്നിച്ചുകൊണ്ടുള്ള ഐക്യത്തോടൊരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറാവുക. എങ്കിലേ ആ ഫീൽഡിൽ വിജയിയാവാൻ നമുക്ക് സാധിക്കൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ വാല്യൂ സിസ്റ്റം എന്താണ്, എൻ്റെ വാല്യൂ സിസ്റ്റം എന്താണ്, എൻ്റെ ലൈഫിൽ എന്താണ് എനിക്ക് ആവശ്യം, ഏത് രീതിയിൽ എനിക്ക് എത്തിച്ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സന്യാസി കാട്ടിലിരുന്ന് തപസ് ചെയ്യുന്ന യോഗികളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ഒരു കാര്യങ്ങളും അവർക്ക് ആവശ്യമില്ല. അവരുടെ വിജയം എന്ന് പറയുന്നത് ഇതൊക്കെ ഉപരിയായിക്കൊണ്ട് ഈ ദേഹത്തെ ജയിച്ച ആ പരമാത്മ മിലനത്തിൽ മാത്രം ലയിച്ചിരിക്കുന്നതായിരിക്കാം. ഒരു ബിസിനസ്മാൻ അത് സാധിക്കില്ല. അതുകൊണ്ട് പക്ഷേ ബിസിനസ്സിലും വാല്യൂസ് ഉണ്ട്. മറ്റുള്ളവർക്ക് സർവീസ് കൊടുക്കാൻ വേണ്ടിയാണ് ബിസിനസ്. ആ സർവീസ് കൊടുത്തുകൊണ്ട് അതിൽ നമുക്ക് ലാഭം ഉണ്ടാക്കുന്ന, പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ അവർക്കും നേട്ടം എനിക്കും നേട്ടം, ഒന്നിച്ച് സന്തോഷിച്ച് ജീവിക്കണം എന്നതാണ് ഒരു ബിസിനസ്സിൻ്റെ പോളിസി. ഈ ലോകത്ത് സർവീസ് ഓഫർ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകൾക്കും അത് തന്നെയാണ് പോളിസി. അതുകൊണ്ട് മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിനനുസരിച്ചതായിട്ടുള്ള മൂല്യം, മൂല്യത്തിനനുസരിച്ചതായിട്ടുള്ള കർമ്മം. എൻ്റെ അകത്തും പുറത്തും ഒന്നിച്ച് യുദ്ധമില്ലാതായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കി നല്ല നിലയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ അലൈൻമെൻറ്റ് അഥവാ ഇല്ല എങ്കിൽ, എനിക്ക് അകത്തുള്ള വിചാരമൊന്നും ഞാൻ ചെയ്യുന്നത് വേറൊന്നുമാണ് എങ്കിൽ അതിനെ തിരുത്തേണ്ട സമയമാണ്, മാറ്റേണ്ട സമയമാണ്, ചെക്ക് ചെയ്യേണ്ട സമയമാണ്. നമ്മളെ പരിശോധിച്ച് നോക്കുക, എനിക്ക് ഇതിനെക്കുറിച്ചതായിട്ടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഞാൻ ഈ ജോലി ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ച് എൻ്റെ മനോഭാവം എന്താണ്. സ്വയം അവനവനെ പരിശോധിച്ച് വാല്യൂ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിലീവ് സിസ്റ്റത്തിലോ ഒരു മാറ്റം കൊണ്ടുവന്നുകൊണ്ട്, അഥവാ ആ ഒറിജിനൽ വാല്യൂ സിസ്റ്റമാണ് എങ്കിൽ അതനുസരിച്ചതായിട്ടൊരു കർമ്മപഥത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ഐക്യത്തെ, ബാഹ്യവും ആന്തരികവുമായിരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ ഐക്യം, സമന്വയം കൊണ്ടുവരണം. എങ്കിലേ സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്ട്രെസ്സില്ലാതെ, ഹാപ്പിയായിട്ട്, സക്സസ്ഫുള്ളായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.